യേശുവിൻ നാമം, യേശുവിൻ നാമം എൻ ജീവിതത്തിലേക ആശ്രയമേ. യേശുവിൻ നാമം, യേശുവിൻ നാമം എൻ ജീവിതത്തിലേക ആശ്രയമേ. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തുമെൻ യേശുവിൻ നാമം, എനിക്കെത്ര ആനന്ദം. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തുമെൻ യേശുവിൻ നാമം, എനിക്കെത്ര ആനന്ദം. ചേർന്ന് പാടാം. യേശുവിൻ നാമം, യേശുവിൻ നാമം എൻ ജീവിതത്തിലേക ആശ്രയമേ. യേശുവിൻ നാമം, യേശുവിൻ നാമം എൻ ജീവിതത്തിലേക ആശ്രയമേ. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തുമെൻ യേശുവിൻ നാമം, എനിക്കെത്ര ആനന്ദം. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തുമെൻ യേശുവിൻ നാമം, എനിക്കെത്ര ആനന്ദം. പാപിയായിരുന്നെന്നെ രക്ഷിപ്പാനായി യേശു കുരിശിലേറി തന്റെ ജീവൻ അർപ്പിച്ചു. പാപിയായിരുന്നെന്നെ രക്ഷിപ്പാനായി യേശു കുരിശിലേറി തന്റെ ജീവൻ അർപ്പിച്ചു. യേശുവത്ര നല്ലവൻ, യേശുവത്ര വല്ലഭൻ, 10,000 അതിശ്രേഷ്ഠനവൻ. യേശുവത്ര നല്ലവൻ, യേശുവത്ര വല്ലഭൻ, 10,000 അതിശ്രേഷ്ഠനവൻ. യേശുവിന്റെ നാമം, യേശുവിൻ നാമം, യേശുവിൻ നാമം എൻ ജീവിതത്തിലേക ആശ്രയമേ. യേശുവിൻ നാമം, യേശുവിൻ നാമം എൻ ജീവിതത്തിലേക ആശ്രയമേ. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തുമെൻ യേശുവിൻ നാമം, എനിക്കെത്ര ആനന്ദം. ചേർന്ന് ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തുമെൻ യേശുവിൻ നാമം, എനിക്കെത്ര ആനന്ദം. നല്ലിടയനായ യേശുനാഥൻ നിരന്തരമായി എന്നെ വഴി നടത്തും. നല്ലിടയനായ യേശുനാഥൻ നിരന്തരമായി എന്നെ വഴി നടത്തും. അവൻ എന്നെ ശാസിക്കും, അവൻ എന്നെ ശിക്ഷിക്കും, തൻ കൊടിക്കീഴിൽ എന്നെ നിത്യം നടത്തും. അവൻ എന്നെ ശാസിക്കും, അവൻ എന്നെ ശിക്ഷിക്കും, തൻ കൊടിക്കീഴിൽ എന്നെ നിത്യം നടത്തും. യേശുവിൻ നാമം, യേശുവിൻ നാമം ജീവിതത്തിലേക ആശ്രയം. ചേർന്ന് പാടിയാലും. യേശുവിൻ നാമം, യേശുവിൻ നാമം എൻ ജീവിതത്തിലേക ആശ്രയം. യേശുവിൻ നാമം, യേശുവിൻ നാമം, യേശുവിൻ നാമം എൻ ജീവിതത്തിലേക ആശ്രയമേ. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തുമെൻ യേശുവിൻ നാമം, എനിക്കെത്ര ആനന്ദം. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തുമെൻ യേശുവിൻ നാമം, എനിക്കെത്ര ആനന്ദം. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തുമെൻ യേശുവിൻ നാമം, എനിക്കെത്ര ആനന്ദം. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തുമെൻ. ശക്തിയോടെ കരങ്ങളെല്ലാം ചേർത്തടിച്ച് ആ ദൈവത്തിന്റെ നാമം സ്തുതിക്കുവാനായി, അവന്റെ നാമത്തെ ഉയർത്തുവാനായി തുടങ്ങാം. എല്ലാ ഇടങ്ങളിലും ആ ദൈവത്തിന്റെ നാമം ഉയരട്ടെ. യേശു കർത്താവിന്റെ നാമം ഈ ലോകമെമ്പാടും ഉയരുവാൻ, ആ ദൈവത്തെ സ്തുതിക്കുവാനായി, അവനെ ആരാധിക്കുവാനായി തുടങ്ങാം. ശക്തിയോടെ കരങ്ങളെല്ലാം ചേർത്തടിച്ച് നിന്നതല്ല നാം, ദൈവം നമ്മെ നിർത്തിയതാ. നേടിയതെല്ലാം ദൈവമെല്ലാം തന്നതല്ലേ. നിന്നതല്ല നാം, ദൈവം നമ്മെ നിർത്തിയതാ. നേടിയതെല്ലാം ദൈവമെല്ലാം തന്നതല്ലേ. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാം. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാം.
ഇത്രത്തോളം ചെയ്യാൻ തന്ന ദൈവത്തിന് സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ചെയ്യാൻ തന്ന ദൈവത്തിന് സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. സാധ്യതകളോ അസ്തമിച്ചു പോയിടുമ്പോൾ, സോദരങ്ങളോ അകന്നങ്ങു മാറിടുമ്പോൾ, സാധ്യതകളോ അസ്തമിച്ചു പോയിടുമ്പോൾ, സോദരങ്ങളോ അകന്നങ്ങു മാറിടുമ്പോൾ, സ്നേഹം തന്നു വീണ്ടെടുത്ത യേശുനാഥൻ സകലത്തിലും ജയം തന്നുവല്ലോ. സ്നേഹം തന്നു വീണ്ടെടുത്ത യേശുനാഥൻ സകലത്തിലും ജയം തന്നുവല്ലോ. ഇത്രത്തോളം ചെയ്യാൻ തന്ന ദൈവത്തിന് സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ചെയ്യാൻ തന്ന ദൈവത്തിന് സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഉയർത്തില്ലെന്ന് ശത്രുഗണം വാദിക്കുമ്പോൾ, തകർക്കുമെന്ന് ഭീതിയും മുഴങ്ങിടുമ്പോൾ, ഉയർക്കില്ലെന്ന് ശത്രുഗണം വാദിക്കുമ്പോൾ, തകർക്കുമെന്ന് ഒരിക്കൽ കൂടെ ചേർന്ന് മുഴക്കിടുമ്പോൾ, ഉയർക്കില്ലെന്ന് ശത്രുഗണം വാദിക്കുമ്പോൾ, തകർക്കുമെന്ന് ഭീതിയും മുഴക്കിടുമ്പോൾ, പ്രവൃത്തിയിൽ വലിയവനേശുനാഥൻ കൃപ നൽകും ജയഘോഷമെടുത്തിടുവാൻ. പ്രവൃത്തിയിൽ വലിയവനേശുനാഥൻ കൃപ നൽകും ജയഘോഷമെടുത്തിടുവാൻ. ഇത്രത്തോളം ചെയ്യാൻ തന്ന ദൈവത്തിന് സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ചെയ്യാൻ തന്ന ദൈവത്തിന് സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. നിന്നതല്ല നാം, ദൈവം നമ്മെ നിർത്തിയതായി. നേടിയതെല്ലാം ദൈവമെല്ലാം തന്നതല്ലേ. ഓ, നിന്നതല്ല നാം, ദൈവം നമ്മെ നിർത്തിയതായി. നേടിയതെല്ലാം ദൈവമെല്ലാം തന്നതല്ലേ. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാം. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാം. ഇത്രത്തോളം ചെയ്യാൻ തന്ന ദൈവത്തിന് സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ചെയ്യാൻ തന്ന ദൈവത്തിന് സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. 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 ഹല്ലേലൂയ. കർത്താവേ, നന്ദിയോടെ അങ്ങയെ സ്തുതിക്കുന്നു കർത്താവേ, അങ്ങയെ വാഴ്ത്തുന്നു കർത്താവേ. ഹല്ലേലൂയ. അങ്ങയുടെ കൃപ ഒന്നു മാത്രമാണ് കർത്താവേ ഞങ്ങൾ ഇന്നിവിടെ നിൽക്കുന്നത് കർത്താവേ. ഹല്ലേലൂയ. കർത്താവ് ഞങ്ങളെ അനുഗ്രഹിച്ചതിനായി, അങ്ങയുടെ കൃപയാൽ നിറച്ചതിനായി നന്ദി പറയുകയാണ്. ആമേൻ, ആമേൻ. തുടർന്ന് നമ്മൾ ഒരുമിച്ച് ചേർന്ന് വചനം പഠിക്കുവാനായിട്ട് പോവുകയാണ്. ഹല്ലേലൂയ. എത്ര പേർ തയ്യാറായിട്ടിരിപ്പുണ്ട്? എത്ര പേർ റെഡി ആയിരിപ്പുണ്ട്? എല്ലാവരും ഈ സമയത്ത് കരങ്ങളെല്ലാം ചേർത്തടിച്ച് ബ്രദർ ഡാമിയനെ ഈ സമയത്തേക്ക് സ്വീകരിക്കാം.
മത്തായി സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ ലാസ്റ്റ് പോർഷൻ, മാത്യു ചാപ്റ്റർ 12, വേഴ്സ് നമ്പർ 43. When an impure spirit comes out of a person, it goes through arid places seeking rest and does not find it. Then it says, I will return to the house I left. When it arrives, it finds the house unoccupied, swept clean and put in order. Then it goes and takes with it 7 other spirits more wicked than itself, and they go in and live there. And the final condition of that person is worse than the first. That's how it will be with this wicked generation. അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ട് പുറപ്പെട്ട ശേഷം നീരില്ലാത്ത സ്ഥലങ്ങളിൽ കൂടി തണുപ്പന്വേഷിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നു, കണ്ടെത്തുന്നില്ല താനും. ഞാൻ പുറപ്പെട്ടു പോന്ന എൻ്റെ വീട്ടിലേക്ക് മടങ്ങിച്ചെല്ലുമെന്ന് അവൻ പറയുന്നു. ഉടനെ വന്ന് അത് ഒഴിഞ്ഞതും അടിച്ചുവാരി അലങ്കരിച്ചതുമായി കാണുന്നു. പിന്നെ അവൻ പുറപ്പെട്ട് തന്നിലും ദുഷ്ടതയേറിയ വേറെ 7 ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുവരുന്നു. ആ മനുഷ്യൻ്റെ പിന്നത്തെ സ്ഥിതി മുമ്പിലത്തേതിലും വല്ലാതെയാകും. ഈ ദുഷ്ടതലമുറയ്ക്കും അങ്ങനെ ഭവിക്കും. ഏറ്റവും അവസാനത്തെ ഭാഗം, ഈ ദുഷ്ടതലമുറയ്ക്കും അങ്ങനെ സംഭവിക്കും. കർത്താവ് ഒരു പാരബിൾ പറയുകയാണ്. അവസാനം പറയുന്നത്, എൻ്റെ കൺക്ലൂഷൻ ഇതാണ്, ഈ ദുഷ്ടതലമുറയ്ക്കും അങ്ങനെ സംഭവിക്കും. ഏതായിരുന്നു ആ ദുഷ്ടതലമുറ? നമുക്കറിയാം, കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ കണ്ടു, ഇതിനു മുമ്പുള്ള വാക്യങ്ങൾ നമ്മൾ കണ്ടത്, പരീശന്മാരും ശാസ്ത്രിമാരും യേശുവിൻ്റെ അടുക്കൽ വന്നു. അവർ വിശ്വസിക്കുന്നില്ല, അവർ ചോദ്യം ചെയ്യുന്നു, ഒരടയാളം ചോദിക്കുന്നു. അവിശ്വാസമുള്ളൊരു തലമുറ. ഈ തലമുറയ്ക്ക് എന്ത് സംഭവിക്കും? അവിടെ നമ്മൾ കണ്ട മറ്റൊരു കാര്യം, യോന വന്ന് പ്രസംഗിച്ചപ്പോൾ അന്നത്തെ തലമുറ മാനസാന്തരപ്പെട്ടു. 2-ലും വെണ്ണീറിലും ഇരുന്ന് മൃഗങ്ങൾ വരെ ഉപവസിച്ചു, മാനസാന്തരപ്പെട്ടു. എന്നാൽ യോനയേക്കാൾ വലിയവൻ വന്നപ്പോൾ നിങ്ങൾ മാനസാന്തരപ്പെടുന്നില്ല. ശലോമോനേക്കാൾ വലിയവൻ ഇവിടെ വന്ന് നിൽക്കുകയാണ്. ശലോമോൻ്റെ കാര്യങ്ങൾ കണ്ടു. എത്രയോ മേഖലകളിൽ ശലോമോൻ കൈവച്ചു, നിപുണനായി. അവനേക്കാൾ വലിയവൻ വന്ന് നേരിട്ട് ശുശ്രൂഷിച്ചിട്ടും നിങ്ങൾ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ അവസ്ഥ എന്താകും? ഇത് പറയാൻ വേണ്ടി 43-ാം വചനം വീണ്ടും നമുക്കൊന്ന് നോക്കാം. അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ട് പുറപ്പെട്ട ശേഷം നീരില്ലാത്ത സ്ഥലങ്ങളിൽ കൂടി തണുപ്പ് അന്വേഷിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നു, കണ്ടെത്തുന്നില്ല താനും. ഓക്കെ, അതിനു വേണ്ടിയാണ് അശുദ്ധാത്മാവ് ബാധിച്ച ഒരു മനുഷ്യൻ്റെ ഉദാഹരണം കർത്താവ് കൊണ്ടുവരികയാണ്. അശുദ്ധാത്മാവ് ബാധിച്ച ഒരു മനുഷ്യൻ, ആ വ്യക്തിയിൽ നിന്നും അശുദ്ധാത്മാവ് വിട്ടുപോയെന്നിരിക്കട്ടെ, ആരെങ്കിലും അശുദ്ധാത്മാവിനെ പുറത്താക്കി. അങ്ങനെ പുറപ്പെടുന്ന ഒരു അശുദ്ധാത്മാവ് നീരില്ലാത്ത സ്ഥലങ്ങളിലൂടെ, ഇംഗ്ലീഷ് ബൈബിളിൽ എറിഡ് പ്ലേസസ്, ഡ്രൈ പ്ലേസസ്, വെള്ളമില്ലാത്ത ഉണങ്ങിയ വരണ്ട സ്ഥലത്തുകൂടെ അത് സഞ്ചരിക്കുന്നു. എന്നിട്ട് തണുപ്പ് അന്വേഷിച്ചുകൊണ്ട് നടക്കുന്നു. നല്ലൊരു തണുപ്പുള്ള ഒരു ആശ്വാസപ്രദമായ ഒരു അന്തരീക്ഷം അന്വേഷിച്ച് നടക്കുന്നു, പക്ഷേ കണ്ടെത്തുന്നില്ല. 44-ാം വചനത്തിൽ, ഞാൻ പുറപ്പെട്ടു പോന്ന എൻ്റെ വീട്ടിലേക്ക് മടങ്ങിച്ചെല്ലുമെന്ന് അവൻ പറയുന്നു. ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? തിരിച്ച് ഞാൻ അവിടേക്ക് തന്നെ പോകും. അങ്ങനെ ഉടനെ വന്ന് അത് ഒഴിഞ്ഞതും അടിച്ചുവാരി അലങ്കരിച്ചതുമായി കാണുന്നു. ആ വീട് മനുഷ്യൻ്റെ ശരീരത്തെ ഒരു വീടിനോട് ഉപമിച്ചിരിക്കുകയാണ്. തിരിച്ചു വരുമ്പോൾ താൻ അതുവരെ പാർത്തിരുന്ന ആ വീട് വളരെ ക്ലീൻ ചെയ്ത് അലങ്കരിച്ച് വൃത്തിയാക്കിയിട്ടിരിക്കുകയാണ്, ഒരുക്കിയിട്ടിരിക്കുകയാണ്. എന്നാൽ 45-ാം വചനത്തിൽ അവൻ പുറപ്പെട്ട് തന്നിലും ദുഷ്ടതയേറിയ വേറെ 7 ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുവരുന്നു. തന്നേക്കാൾ ദുഷ്ടത ഏറിയ വേറെ 7 കൂട്ടുകാരെ കൂടെ കൂട്ടിക്കൊണ്ടുവരുന്നു, മറ്റു ഭൂതങ്ങളെ കൂടെ കൂട്ടിക്കൊണ്ടുവരും. ആ മനുഷ്യൻ്റെ പിന്നത്തെ സ്ഥിതി മുമ്പിലത്തേതിലും വല്ലാതെയാകും. ഈ ദുഷ്ടതലമുറയ്ക്കും അങ്ങനെ ഭവിക്കും. ദൈവപുത്രൻ നേരിട്ട് വന്ന് സുവിശേഷം അറിയിച്ചിട്ടും ഇത്രയും അത്ഭുതങ്ങൾ കണ്ടിട്ടും മാനസാന്തരപ്പെടാത്ത ഈ തലമുറയ്ക്ക് ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. നിങ്ങളുടെ അവസ്ഥ ഇതിനേക്കാൾ വേഴ്സായി മാറാൻ പോകും. ഇതാണ് കർത്താവ് പറയുന്നത്. ഇടയിൽ ചിന്തിക്കേണ്ട പല കാര്യങ്ങളുണ്ട്, അതിലേക്ക് നമുക്കൊന്ന് പോകാം. എന്താണ് ഭൂതാത്മാക്കൾ? ഹു ആർ ഡീമൺസ്? കഴിഞ്ഞൊരു ദിവസം ഡീമനോളജിയെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ഭൂതങ്ങളെക്കുറിച്ച് തന്നെ പഠിക്കുന്നൊരു ശാസ്ത്രശാഖയുണ്ട്, ദൈവശാസ്ത്ര ശാഖ,
ഡീമനോളജി. അതിലിന്നും തർക്കവിഷയമായി നിൽക്കുന്ന ഒന്നാണ് ഭൂതങ്ങളുടെ ഉൽപ്പത്തി. ഒരു വിഭാഗം ആളുകൾ വിശ്വസിക്കുന്നത് ലൂസിഫർ, ദൈവസന്നിധിയിൽ നിന്ന് ആരാധിച്ചുകൊണ്ടിരുന്ന കൊയർ മാസ്റ്റർ ലൂസിഫർ, അവിടെ നിന്ന് മത്സരത്തിൽ നിഗളിച്ച് താഴെ വീണ സമയത്ത് കൂടെ ദൂതന്മാരിൽ 1/3 കൂടെ മത്സരിപ്പിച്ച്, ദൈവത്തിനെതിരെ മത്സരിപ്പിച്ച് തന്നോടുകൂടെ കൂട്ടുകൂടെ അങ്ങനെ അടർന്നാണ് പോകുന്നത്. ആ വീണുപോയ ദൂതന്മാരാണ് ഇന്ന് ഭൂതങ്ങളായി മാറിയത്. ഡെറക് പ്രിൻസ് പോലെയുള്ള ദേവദാസന്മാർ പറയുന്നത് അതിനും സാധ്യത കുറവാണ്. കാരണം വീണുപോയ ഒരു ദൂതൻ വീണുപോയാൽ പോലും പണ്ട് ദൂതനായിരുന്നതിൻ്റെ ഒരു പവറും ഒരു കാര്യങ്ങളൊക്കെ കാണും. എന്നാൽ പല ഭൂതങ്ങളും വളരെ വീക്കാണ്. ചില ഭൂതങ്ങൾക്ക് ശക്തിയുണ്ട്. അതുകൊണ്ട് അതിൻ്റെ സാധ്യത കുറവാണ്. പ്രീ ആഡമിക് ഈറയിൽ ഉണ്ടായിരുന്ന മറ്റേതോ ആത്മജീവികളാണ് ഇവ എന്ന് ആണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഇതിനൊന്നിനും കാര്യമായി നമുക്ക് തെളിവുകളോ സമർത്ഥിക്കാനുള്ള കാര്യങ്ങളോ ഇല്ല. രണ്ടിനും പലതും പറയുന്നുണ്ടെങ്കിൽ. അതുകൊണ്ട് ഇന്നും ഭൂതങ്ങൾ വാസ്തവത്തിൽ വീണുപോയ ദൂതന്മാർ തന്നെയാണോ എന്ന്, ലൂസിഫർ വീണുപോയ ദൂതനാണെന്നുള്ളത് വ്യക്തമാണ്. എന്നാൽ അശുദ്ധാത്മാക്കൾ അതാണോ എന്നറിയില്ല. ഒരു വ്യക്തിയിൽ തന്നെ 6000-ഓ 7000-ഓ അതിലധികമോ ദുർഭൂതങ്ങൾ ഒരുമിച്ച് വസിക്കാനൊക്കെ കഴിയും. ലെഗ്യോൻ്റെ കാര്യത്തിൽ നമ്മളത് കണ്ടു. അതുകൊണ്ട് ഇന്നും അത്ര വലിയ വ്യക്തത ആ കാര്യത്തിൽ ഇല്ല. എന്നാൽ ഭൂതങ്ങളെ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? ഭൂതങ്ങളെ തിരിച്ചറിയുന്നത് അവയുടെ പ്രവൃത്തികളിലൂടെയാണ്. ഉദാഹരണത്തിന് കഴിഞ്ഞ ദിവസങ്ങൾ ഞാൻ പറഞ്ഞു, രോഗത്തിൻ്റെ ആത്മാവ്, ദ സ്പിരിറ്റ് ഓഫ് ഇൻഫോമിറ്റി, അങ്ങനെ ഒന്നുണ്ട്. രോഗത്തിൻ്റെ ആത്മാവ്. യേശു കർത്താവ് രോഗാത്മാവിനെ പുറത്താക്കി പറയുന്നുണ്ട്. വേറെ ചില കേസുകളിൽ കർത്താവ് കുരുടനും ഊമനുമായ ഒരുവനെ സൗഖ്യമാക്കിയത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു. ആ ഭൂതം വന്നിട്ട് എന്താ ചെയ്തത്? ശരീരത്തിലെ ചില അവയവങ്ങളുടെ ഫങ്ഷൻ നിർത്തിക്കളയും. അങ്ങനെ സംഭവിക്കാറുണ്ട്. ഇനി ഉറക്കത്തിൻ്റെ ആത്മാവിനെ കുറിച്ച് കഴിഞ്ഞൊരു ദിവസം ഞാൻ പറഞ്ഞു, സ്പിരിറ്റ് ഓഫ് സ്ലംബർ, അങ്ങനെ ഒന്നുണ്ട്. ഉറക്കത്തിൻ്റെ ആത്മാവ് എന്ന് വെച്ചാൽ ഈ ഭൂതം കയറിയാൽ വചന ശുശ്രൂഷ തുടങ്ങുമ്പോഴേ ഉറക്കം തുടങ്ങും. കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ അതുവരെ സ്മാർട്ടായി തമാശ പറഞ്ഞുകൊണ്ടിരുന്ന അച്ചായൻ കുടുംബ പ്രാർത്ഥന തുടങ്ങുമ്പോഴേ, അപ്പോൾ ശോശാമ്മ പ്രാർത്ഥിച്ചു, മക്കളും പ്രാർത്ഥിച്ചു, ഞാൻ ഇവിടെ ഇരുന്ന് ഉറങ്ങും, അവിടെ ഇരുന്ന് അങ്ങ് ഉറങ്ങും. എന്താണെന്നറിയില്ല. വചന ശുശ്രൂഷ തുടങ്ങുമ്പോൾ, പ്രാർത്ഥന തുടങ്ങുമ്പോൾ, പ്രെയർ ഹാളിൽ വന്ന് ഇരിക്കുമ്പോൾ ഉടനെ അങ്ങ് ഉറക്കമാണ്, ക്ഷീണമാണ്. കണ്ടിട്ടുണ്ടോ? വീഡിയോയിൽ നോക്കിയോ, ക്യാമറ പിടിക്കുമ്പോൾ നോക്കിയോ, അത് കുറേ പേര് അവിടെ ഇരുന്ന് ഇങ്ങനെ ഉറങ്ങുന്നതാണ്. ക്ഷീണം കൊണ്ട് ഉറങ്ങുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, ഉറങ്ങിക്കോട്ടെ. പിന്നെ ചില ആളുകൾക്ക് ആകെ കൂടെ ഉറക്കം കിട്ടുന്നത് ഇങ്ങനെ വന്നിരിക്കുമ്പോഴാണ്. വീട്ടിൽ ഉറക്കമില്ല, സ്വസ്ഥതയില്ല. ഞാൻ അവരോട് പറയാം, അവരെ ഒന്നും ഉണർത്തരുത്. കാരണം ആകെ ഉള്ളൊരു റെസ്റ്റ് ഇൻ പീസ്, RIP, അവിടെ ഇരുന്നോട്ടെ. പറഞ്ഞതിൻ്റെ സാരം, എല്ലാ ഉറക്കവും ഭൂതങ്ങളല്ല. അതുകൊണ്ട് അപ്പുറത്തിരുന്ന് ഉറക്കുന്നത് ഭൂതം കയറി ഒരുത്തിന് ഇവിടെ ഇരിപ്പുണ്ടെന്ന് പറയരുത്. അങ്ങനെയല്ല, അതല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. ചില സമയത്ത് ചിലർക്ക് ഒരു ഒബ്സഷൻ പോലെ എപ്പോൾ വചന ശുശ്രൂഷ, എനിക്കങ്ങനെയുള്ളവരെ അറിയാം, അതുകൊണ്ടാണ് പറഞ്ഞത്. അവർക്ക് ശരീരത്തിന് ക്ഷീണമോ ഉറങ്ങാഞ്ഞിട്ടോ അല്ല, വചനം പറയാൻ തുടങ്ങുമ്പോഴേ അങ്ങ് ഉറങ്ങിപ്പോവും. ഞാൻ പണ്ട് ഒരു വീട്ടിൽ ചെന്ന് സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ കണ്ടാണ് അവിടുത്തെ അമ്മാമ്മ ഞാൻ വളരെ സ്മാർട്ടായി സ്ക്വാഷ് കുടിക്കുന്നു, മിക്സർ കഴിക്കുന്നു, എല്ലാം വളരെ നന്നായി വിശേഷം പറഞ്ഞുകൊണ്ടിരുന്ന അമ്മ ഞാൻ സുവിശേഷം പറയാൻ വാ തുറക്കുകയല്ല, അങ്ങ് എൻ്റെ മുമ്പിലിരുന്ന് അങ്ങ് ഉറങ്ങിക്കളഞ്ഞു. ഞാൻ ഇതെങ്ങനെ സാധിക്കുന്നു? അങ്ങനെ ഒരു ദുരാത്മാവുണ്ട്. ചില ഭൂതങ്ങളെ പുറത്തേക്ക് വിളിക്കുമ്പോൾ പാമ്പിനെ പോലെ ഇഴയുന്നത് കണ്ടിട്ടുണ്ട്. ഈ കഴിഞ്ഞ ശനിയാഴ്ചയും കണ്ടു. പാമ്പിനെ പോലെ അങ്ങ് ഇഴഞ്ഞേക്കും. സെർപ്പൻ സ്പിരിറ്റ്സ് പലതരമുണ്ട്, അതിൻ്റെ ആക്ടിവിറ്റി. അടുത്തൊരെണ്ണം കേൾക്കണം. മറ്റൊരു ഭൂതം, സ്പിരിറ്റ് ഓഫ് ഗ്ലട്ടണി, അതിഭക്ഷണത്തിൻ്റെ ആത്മാവ്, അങ്ങനൊരു സാധനമുണ്ട്. ഈ സ്പിരിറ്റ് ഓഫ് ഗ്ലട്ടണി കയറിക്കഴിഞ്ഞാൽ എത്ര ഭക്ഷണം കഴിച്ചാലും തൃപ്തി വരില്ല, കഴിച്ചുകൊണ്ടേയിരിക്കും. ഗ്ലട്ടണി, അമിത ഭക്ഷണത്തിൻ്റെ ആത്മാവ്, ഭയങ്കരമായി കഴിച്ചുകൊണ്ടിരിക്കും.
പക്ഷെ ശരീരം അതനുസരിച്ചൊന്നും വീർക്കണമെന്നുമില്ല. ഇതൊക്കെ പറയുമ്പോൾ ചിലരൊക്കെ മനസ്സിൽ കരുതരുത്, അതെല്ലാം ഭൂതങ്ങളുടെ പ്രവൃത്തി കൊണ്ടാണ്, വിശപ്പുകൊണ്ട് കഴിക്കുന്നവർ കാണും, അതുകൊണ്ട് ഇനി മുതൽ നീ ഇത്രയും ചോറ് കഴിച്ചാൽ മതി, നിനക്ക് സ്പിരിറ്റ് ഓഫ് ഗ്ലട്ടണി ബ്രദർ പഠിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഭക്ഷണം കൊടുക്കാതിരിക്കരുത് പിള്ളേർക്ക്, ആവശ്യത്തിന് കൊടുത്തോ. പക്ഷേ ഇത് അൺയൂഷ്വലാണ്. നമ്മൾ സാധാരണ വിചാരിക്കുന്നതിനേക്കാൾ ഭയങ്കരമായി ആർത്തിയോടെ കഴിക്കുന്നു. അത് നമ്മൾ ഇത് എങ്ങോട്ടാ പോകുന്നത്, എത്ര കൊടുത്താലും തീരുന്നില്ല. അത് അങ്ങനെ ഒരു ആത്മാവ് കയറുന്നുണ്ട്. ആ പൈശാചിക ശക്തിയെ പുറത്താക്കുമ്പോൾ ആ പരിപാടിയും കഴിഞ്ഞു. പിന്നെ നോർമലായിട്ട് ഭക്ഷണം കഴിക്കും. പെട്രോൾ കുടിക്കുന്ന ആത്മാവിനെ കണ്ടിട്ടുണ്ട്. സ്ട്രോ ഇട്ട് പെട്രോൾ കുടിക്കും. വണ്ടികളിലെ ബോണറ്റെല്ലാം പൊക്കി, അല്ലെങ്കിൽ എവിടെയാണ് അതിൻ്റെ ഈ സാധനം ഉള്ളത് അതിലോട്ടൊക്കെ സ്ട്രോ ഇട്ട് പെട്രോൾ കുടിക്കും. നെയിൽ പോളിഷ് കഴിക്കുന്ന ദുരാത്മാക്കളുണ്ട്. നെയിൽ പോളിഷ്, മണ്ണും കല്ലും തിന്നുന്ന ദുരാത്മാക്കളുണ്ട്. ചെളിയും മണ്ണും കല്ലും ബാഗിൽ കൊണ്ടു നടന്ന് തിന്നും. അങ്ങനെയുള്ളൊരു സൗഖ്യം കഴിഞ്ഞ ദിവസം ഒരു ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ വന്ന് ഒരാൾ സാക്ഷ്യം പറഞ്ഞു. ഒരു സ്ത്രീ, ആ സ്ത്രീക്ക് എപ്പോഴും എന്തോ ഒരു സാധനം, ചോക്കാണോ സ്കെച്ച് പെന്നിൻ്റെ അകത്തൊരു സാധനം ഉണ്ടല്ലോ, സ്പഞ്ച് പോലെ ഇരിക്കുന്ന മഷിയൊക്കെ, അത് വെച്ച് വലിക്കുക. ഇങ്ങനെ ഈ ഭൂതങ്ങൾ കയറിക്കഴിഞ്ഞാൽ അനാവശ്യമായ പലതും അകത്തേക്കാക്കാൻ ആ ഭൂതത്തെ യേശുവിൻ്റെ നാമത്തിൽ പുറത്താക്കി കഴിയുമ്പോൾ അവിടെ വെച്ച് പിന്നെ അത് വെറുത്തു, പിന്നെ അത് കഴിക്കില്ല. അശുദ്ധിയിലേക്ക് കൊണ്ടുപോകുന്ന ദുരാത്മാക്കളുണ്ട്. വ്യഭിചാരത്തിലേക്ക് കൊണ്ടുപോകുന്ന ദുരാത്മാക്കളുണ്ട്. സ്പിരിറ്റ് ഓഫ് ആൽക്കഹോളിസം, മദ്യപാനത്തിലേക്ക് ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോകുന്നതുണ്ട്. കൊലപാതകത്തിലേക്ക് കൊണ്ടുപോകുന്നതുണ്ട്. കൊലപാതകത്തിൽ നിന്നും ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ വെച്ച് രക്ഷിക്കപ്പെട്ട് പുറത്തു വന്നൊരു മനുഷ്യൻ പറഞ്ഞതാണ്, തൻ്റെ അപ്പനെ കൊല്ലുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത്, അടുക്കളയുടെ ഭാഗത്ത് നിൽക്കുന്ന സമയത്ത് ഒരു കറുത്ത ശക്തി വന്ന് തൻ്റെ മേലങ്ങ് പ്രവേശിച്ചു. പിന്നെ പുള്ളി അങ്ങ് വിറക്കാൻ തുടങ്ങി കോപം കൊണ്ട്. ഉടനെ ഒരു കോടാലി എടുത്ത് പത്രം വായിച്ചുകൊണ്ടിരുന്ന, താഴെ ഇരുന്ന് ഇങ്ങനെ പത്രം വായിച്ചുകൊണ്ടിരുന്ന അപ്പനെ പുറത്തു നിന്ന് വെട്ടി. എന്നാൽ താൻ രക്ഷിക്കപ്പെട്ട ആ സമയത്ത് അതേ ദുർഭൂതം തന്നിൽ നിന്ന് പുറത്തു വരുന്നതും താൻ കണ്ടു. ഭൂതങ്ങളെ തിരിച്ചറിയുന്നത് അവയുടെ പ്രവർത്തനങ്ങളിലൂടെയാണ്. ലെഗ്യോനെ പുറത്താക്കിയ സമയത്ത് അവ കേണപേക്ഷിച്ചത് നമ്മൾ കണ്ടു. യേശുവെ, സമയമാകുന്നതിന് മുമ്പ് ഒന്ന് ഞങ്ങളെ പീഡിപ്പിക്കരുത്. 2, ഞങ്ങൾക്കൊരു പെർമിഷൻ വേണം. എന്താണ് പെർമിഷൻ? ഈ അതിര് വിട്ട് ഞങ്ങളെ വിടരുത് എന്ന് വെച്ചാൽ ഗദര എന്ന് പറയുന്ന ദേശത്തിൻ്റെ അതിര് വിട്ട് ഞങ്ങളെ വിടരുത്. കൂടാതെ അവിടെ മേയുന്ന പന്നിക്കൂട്ടങ്ങളിലേക്ക് ഞങ്ങൾ പൊക്കോട്ടെ. പന്നിക്കൂട്ടങ്ങളിലേക്ക് പോകും. അപ്പോൾ അശുദ്ധാത്മാവിനെ കുറിച്ച് യേശു പറഞ്ഞപ്പോൾ ഏകദേശം ഒരു രൂപം അവയെക്കുറിച്ച് മനസ്സിലാക്കുക. ഇങ്ങനെ കാണാൻ സാധ്യമല്ല. ആത്മാവിൻ്റെ കണ്ണുകൾ തുറന്നാൽ ഭൂതങ്ങളെ കാണാം. അങ്ങനെ കണ്ടിട്ടുള്ള പലരുമുണ്ട്. കണ്ടു കഴിഞ്ഞാൽ അവയെ പുറത്താക്കാൻ എളുപ്പമാണ്. ഇല്ലെങ്കിൽ തന്നെ ആത്മാക്കളുടെ വിവേചനം എന്നൊരു വരം പരിശുദ്ധാത്മാവ് നൽകുന്നുണ്ട്. ഭൂതങ്ങളെ പുറത്താക്കാനുള്ള അധികാരം കർത്താവ് നമുക്ക് തരുന്നുണ്ട്, വരം നമുക്ക് നൽകുന്നുണ്ട്. ഇതെല്ലാം ഉപയോഗിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു കൊച്ചു കുഞ്ഞിന് പോലും ഭൂതങ്ങളെ പുറത്താക്കാം. ആകെ ചെയ്യേണ്ടത് യേശുവിൻ്റെ നാമം ഉപയോഗിക്കുക, അധികാരം ഉപയോഗിക്കുക. നമ്മുടെ മസിൽ പവറോ സീനിയോറിറ്റിയോ കൊണ്ടല്ല ഭൂതങ്ങൾ പുറത്താക്കപ്പെടുന്നത്. യേശുവിൻ്റെ നാമം പറഞ്ഞാൽ മാത്രം മതി. അടുത്തൊരു കാര്യം നമ്മളിവിടെ ശ്രദ്ധിച്ചു. നീരില്ലാത്ത സ്ഥലങ്ങളിൽ കൂടെ തണുപ്പന്വേഷിച്ചുകൊണ്ട് നടക്കുന്നു. ഒരാളിൽ നിന്നും ഭൂതം പുറത്തായാൽ അടുത്തത് എന്താണ്? ഡെറക് പ്രിൻസ് തന്നെ പറയുന്നൊരു കാര്യം ഇതാണ്. ഒരു ശരീരത്തിൽ വസിച്ചില്ലെങ്കിൽ ഭൂതങ്ങൾക്കത് ദണ്ഡനമാണ്. എന്ന് വെച്ചാൽ, if a demon spirit cannot find a body for its activity, it is torment for that demon. എപ്പോഴും ഭൂതങ്ങൾക്ക് എന്ത് വേണം? പ്രവർത്തിക്കാൻ ഒരു ശരീരം വേണം. കാരണം they are bodiless spirits. ശരീരങ്ങളില്ല അവർക്ക്. ശരീരം ഉണ്ടെങ്കിലേ ആക്ടിവിറ്റി ചെയ്യാൻ കഴിയും. അതുകൊണ്ട് ഒന്നുകിൽ മനുഷ്യൻ അല്ലെങ്കിൽ ഒരു മൃഗം, എന്തെങ്കിലും വേണം അതിൻ്റെ ആക്ടിവിറ്റിക്ക് ഫുൾഫിൽമെൻ്റ് വരാൻ. അതില്ലെങ്കിൽ എന്തോ ഒരു ദണ്ഡനം പോലെയാണ് അകത്തനുഭവിക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും
ഏതെങ്കിലും ഒരു വ്യക്തിയിൽ പ്രവേശിച്ച് അതിൻ്റെ ഫുൾഫിൽമെൻറ്റിന് വേണ്ടി അതിനൊരു ത്വര അകത്തുണ്ട്. ഇവിടെ നമ്മൾ കാണുന്നത് അത് നീരില്ലാത്ത സ്ഥലത്തൂടെ നടക്കുന്നു എന്ന് വെച്ചാൽ ഇറ്റ് ഡസ് നോട്ട് ഫൈൻഡ് എ ഫീഡിങ് ഗ്രൗണ്ട്. ജീവിക്കാനുള്ള ഒരു സാഹചര്യം, ആശ്വാസത്തിൻ്റെ ഇടം കാണാതെ നടക്കുന്നു. അതെല്ലാം നീരില്ലാത്ത സ്ഥലങ്ങൾ പോലെയാണ്. എന്ന് വെച്ചാൽ ഒരു ശരീരത്തിൽ പ്രവർത്തിക്കുവാനുള്ളൊരു ഫീൽഡില്ല. അത് വലിയ ബുദ്ധിമുട്ടായി മാറുന്നു. മാത്രമല്ല അവിടെ അവന് സ്വസ്ഥതയില്ല, ഭയങ്കരമായി സ്വസ്ഥതയില്ലായ്മ അവിടെ കാണുന്നു. നേരത്തെ പറഞ്ഞതുപോലെ അതുകൊണ്ടാണ് ഭൂതങ്ങൾ ലെഗ്യോൻ ബാധിച്ച ഭൂതഗ്രസ്തനിൽ നിന്നും പുറത്തു വന്ന ഉടൻ തന്നെ പന്നികളിലേക്ക് കയറാൻ വേണ്ടി പെർമിഷൻ ചോദിക്കുന്നു. യേശു അത് കൊടുത്തു. അപ്പോൾ നമ്മൾ ഭൂതങ്ങളുടെ ഇപ്പോൾ ഇങ്ങനെ ഈ കണ്ണുകൊണ്ട് ഭൂതങ്ങളെ കാണാൻ കഴിയുന്നില്ലെങ്കിലും പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിയും. അവിടെ എന്താ സംഭവിച്ചത്? യേശു പുറത്താക്കിയ ആ ആയിരക്കണക്കിന് ഭൂതങ്ങളെല്ലാം എന്തായിരുന്നു? മരണത്തിൻ്റെ ആത്മാവായിരുന്നു എന്ന് നമ്മളവിടെ കണ്ടു. ഈ മനുഷ്യനെയും തന്നെത്താൻ ദണ്ഡിപ്പിക്കുകയും കൊല്ലുവാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നു, ഒരു ഭീതി ജനിപ്പിക്കുക. ഭൂതങ്ങളകത്ത് കയറിയ ശേഷം ഈ ദുരാത്മാക്കൾ എല്ലാം കൂടെ ആ ഭൂതങ്ങളെ, നമ്മുടെ അതുപോലെ ചിന്തിക്കാനോ പിടിക്കാനോ ഒന്നും കഴിവില്ലാത്ത ആ പന്നികളെ മുഴുവൻ പ്രേരണ കൊടുത്തിട്ട്, ഭൂതങ്ങൾ അതാണ് ചെയ്യുന്നത്, പ്രേരിപ്പിക്കും ചെയ്യാൻ കൊടുത്തിട്ട് അതെല്ലാം കൂടെ കടുംതൂക്കത്തോടെ കടലിലേക്ക് ചാടി ചത്തു. അതിൽ നിന്നൊരു കാര്യം കൂടെ മനസ്സിലാക്കാം, ഇറ്റ് വാസ് സ്പിരിറ്റ് ഓഫ് സൂയിസൈഡ്. അങ്ങനെ ഒരു സാധനമുണ്ട്, ആത്മഹത്യയുടെ ആത്മാവ്. എത്രയോ ആത്മഹത്യയുടെ ആത്മാവ് പുറത്തു പോകുന്നു ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ ശാസിക്കുന്ന സമയത്ത് ദ സ്പിരിറ്റ് ഓഫ് സൂയിസൈഡ് എന്ന് പറഞ്ഞാൽ മരിക്കണം മരിക്കണം മരിക്കണം, അതൊരു മരണത്തിൻ്റെ ആത്മാവുമാണ്. കൂടാതെ ആ ഒരു സൂയിസൈഡൽ ടെൻഡൻസി കൊണ്ടുവരുന്ന ഒരു ആത്മാവാണ്. ഈ പന്നികളിൽ കയറിയത് അത്തരം ദുരാത്മാക്കളായിരുന്നു. അതെല്ലാം കൂടി ഒരു മനുഷ്യൽ കയറിയുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അയാളെ മുഴുവൻ വർഷങ്ങൾ ദണ്ഡിപ്പിച്ച ആ ദുർഭൂതത്തെയാണ് ഓർക്കുന്നുണ്ട്. അന്നത്തെ ദിവസം ഓർക്കുന്നുണ്ടോ? യേശു വഞ്ചിയിൽ സഞ്ചരിച്ച് പോകുന്നു, അതിഭയങ്കരമായ കാറ്റും കോളും വരുന്നു, ഓർമ്മയുണ്ടോ? അതിനുശേഷം മറുകര എത്തുന്നു. ആ കാറ്റും കോളിൻ്റെയും ഉത്ഭവം പോലും ഈ പൈശാചിക ശക്തികളാകാനാണ് സാധ്യത. കാരണം എന്താണ്? അപ്പുറത്ത് അവയെ പുറത്താക്കാനാണ് യേശു പോകുന്നത്. അത് മുൻകൂട്ടി അറിഞ്ഞ് യേശുവിൻ്റെ യാത്ര മുടക്കാൻ, സംഘത്തിൻ്റെ യാത്ര മുടക്കാനൊക്കെ അവിടെ ശ്രമം നടക്കുന്നുണ്ട്. ഏകദേശം ഒരു ഐഡിയ അതിനെക്കുറിച്ച് കിട്ടിക്കാണും. അടുത്തൊരു സംഭവം, ഈ ഭൂതം പുറത്താക്കപ്പെട്ട ശേഷം മടങ്ങി വരികയാണ് അതേ മനുഷ്യനിലേക്ക്. ആ മനുഷ്യനെ ഇവിടെ എന്തായിട്ടാണ് കണക്കാക്കുന്നത്? ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ കാണുന്ന എന്താണ്? അത് ഉടനെ വന്ന് ഒഴിഞ്ഞതും, ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് അൺഓക്യുപ്പൈഡ്, താമസക്കാരില്ലാതെ, വീട് വൃത്തിയായി പെയിൻറ് ചെയ്ത് എല്ലാം ക്ലീൻ ചെയ്ത് തുടച്ച് റെഡിയാക്കിയിട്ടിരിക്കുക, അലങ്കരിച്ചിട്ടുമുണ്ട്, ആൾ താമസമില്ല. അങ്ങനെ വരുമ്പോൾ അത് കാണുന്നു എന്ന് വെച്ചാൽ ഒരുങ്ങിക്കിടക്കുകയാണ്, കയറി താമസിക്കുക. പക്ഷേ ഒരു കാര്യം കൂടി അവിടെ ചെയ്യുന്നുണ്ട്. താൻ പോയി തന്നേക്കാൾ ദുഷ്ടതയേറിയ, അടുത്ത വചനത്തിൽ കാണാം, 7 എണ്ണത്തിനെ കൊണ്ടുവരുന്നു. തന്നിലും ദുഷ്ടതയേറിയ, പറഞ്ഞേ, തന്നിലും ദുഷ്ടതയേറിയ. എന്താ എൻ്റെ അർത്ഥം? ഭൂതങ്ങളുടെ ദുഷ്ടതയ്ക്ക് വരെ ഡിഗ്രികളുണ്ട്. അവനേക്കാൾ ദുഷ്ടതയേറിയ, മോർ വിക്കറ്റ് ദാൻ ദ പ്രീവിയസ് ഡീമൺ. എൻ്റെ അർത്ഥം എന്താ? എല്ലാ ഭൂതങ്ങളുടെയും ശക്തി ഒരുപോലെയല്ല, എല്ലാ ഭൂതങ്ങളുടെയും വിക്കറ്റ്നെസ് ഒരുപോലെയല്ല. ചില ഭൂതങ്ങൾ വളരെ ദുഷ്ടത പിടിച്ചതാണ്, മറ്റത് അത്രയില്ലെന്ന്. വളരെ വീക്കായിട്ടുള്ള ബലഹീനരായ ഡീമൺസ് ഉണ്ട്, ശക്തന്മാരായ ഡീമൺസ് ഉണ്ട്. ചില ഭൂതങ്ങൾ ഇറങ്ങിയിട്ട്, ഭൂതങ്ങൾ വെളിപ്പെട്ട് പുറത്തേക്ക് വരുമ്പോൾ 5, 8, 10 പേര് പിടിച്ചാൽ പോലും ഇങ്ങനെ മെലിഞ്ഞ ആ മനുഷ്യനെ അല്ലെങ്കിൽ ആ സ്ത്രീയെ പിടിച്ച് നിർത്താൻ സാധ്യത. അത്രയ്ക്ക് ഭയങ്കര ശക്തി വെളിപ്പെടും. അതൊക്കെ കുറച്ചുകൂടി പവർഫുള്ളായിട്ടുള്ള ഡീമൺസാണ്. ഓക്കെ, തിരിച്ച് 7 പേരെ കൂടി കൂട്ടുകയും ഇപ്പോൾ മൊത്തം എത്രയായി? ഇപ്പോൾ 8 എണ്ണം കൂടെ ആ വീട്ടിലേക്ക് കയറി
എല്ലാ ബെഡ്റൂംസിലും കിച്ചണിലും എല്ലാം കൂടി അങ്ങ് നിറഞ്ഞ് താമസം തുടങ്ങുകയാണ്. എന്നിട്ട് കർത്താവ് പറയുന്നു, ആ മനുഷ്യൻ്റെ പിന്നത്തെ സ്ഥിതി മുമ്പിലത്തേതിനേക്കാൾ വല്ലാതെയാകും. ശരിയാണല്ലോ, ഒന്നുണ്ടായിരുന്ന സ്ഥലത്ത് 8 പോകും. ആ മനുഷ്യൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഇതാണ് സംഭവിക്കുന്നത്. ഇതിന് 2 ആസ്പെക്ട്സ് ഉണ്ട്. ഒന്ന്, യേശു പറയുന്ന ആ വ്യക്തിയുടെ അവസ്ഥ, ഒരു വ്യക്തിയിൽ നിന്ന്, ഒരു വ്യക്തിയിലെ ഭൂതങ്ങളുടെ പ്രവർത്തനം, അതിനെ പുറത്താക്കി. പക്ഷേ തിരിച്ചു വരുമ്പോൾ കാണുന്ന കാഴ്ച എന്താണ്? അത് ആൾതാമസമില്ലാതെ ഒഴിഞ്ഞു കിടക്കുന്നു. ഒരു കാര്യം പറയുന്നത് ശ്രദ്ധിക്കുക, ഭൂതങ്ങളെ പുറത്താക്കി, നല്ലതല്ലേ? നല്ലത്. ആ മനുഷ്യൻ ഫ്രീ ആയി, സ്വതന്ത്രനായി. അടുത്ത കുഴപ്പം എന്താ? അപ്പോഴവിടെ താമസമില്ല. താമസമുണ്ടായിരുന്നെങ്കിൽ കയറി താമസിക്കുമായിരുന്നോ? നോ. എന്തായിരുന്നു അവിടെ താമസിക്കേണ്ടത്? ആരായിരുന്നു? പരിശുദ്ധാത്മാവ്, യേശു, ദൈവവചനം, ദൈവികമായ ആത്മീയമായ കാര്യങ്ങളുടെ നിറവ്, ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കട്ടെ. അപ്പം എന്താ ചെയ്യേണ്ടത്? ഭൂതങ്ങളെ പുറത്താക്കിയാൽ ഉടനെ അടുത്ത സ്റ്റെപ്പ് എന്താണ്? ആ വ്യക്തിയെ രക്ഷയിലേക്ക് നടത്തി യേശുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിപ്പിച്ച് കർത്താവാക്കി നാഥനാക്കി മാറ്റണം. ഓക്കെ. കൂടാതെ വചനത്താൽ നിറയണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ സാധാരണ ശാഠ്യം പിടിക്കുന്നത്. നിങ്ങൾ വചന ശുശ്രൂഷയിലിരിക്കുന്ന സമയത്ത് തീർച്ചയായും അത് എഴുതിക്കൊണ്ടിരിക്കണം. കാരണം എന്താ? പക്ഷികൾ പറന്ന് നടക്കുന്നുണ്ട്. അടുത്ത അധ്യായം ഒക്കെ വരുമ്പോൾ നമ്മളത് കാണും. പക്ഷികൾ എന്തിനാണ് പറന്ന് നടക്കുന്നത്? വിത്ത് കൊത്തിക്കൊണ്ടുപോകാൻ. കേൾക്കുന്ന വചനങ്ങൾ ഉടൻ തന്നെ. പക്ഷികൾ എന്താണ്? പറവകൾ എന്താണ്? പൈശാചിക ശക്തികളാണ്. അത് വന്ന് മറപ്പിച്ച് കളയുക. വചനം മറപ്പിക്കാൻ സ്പെഷ്യലിസ്റ്റുകളായി PG ഡിഗ്രിയൊക്കെ എടുത്ത ഭൂതങ്ങളുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ കേൾക്കുന്ന വചനം അപ്പം മറന്നുകൊണ്ടിരിക്കും, ഒന്നും തലയിൽ നിൽക്കില്ല. അതുകൊണ്ട് നമ്മൾ മനഃപൂർവമായി ദൈവവചനം എഴുതുകയും വായിക്കുകയും പഠിക്കുകയും ഉച്ചരിക്കുകയും ഹൃദയസ്ഥമാക്കുകയും ധ്യാനിക്കുകയും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റുകയും വേണം. ഹല്ലേലൂയ. യേശു അതാ ചെയ്തത്. പൈതൽ പ്രായം മുതൽ കർത്താവ് വചനങ്ങളെല്ലാം സ്റ്റോർ ചെയ്ത് പിശാച് പരീക്ഷിക്കാൻ വേണ്ടി വന്നപ്പോൾ നമ്മൾ കണ്ടു, കറക്റ്റ് വചനങ്ങൾ കർത്താവ് പറഞ്ഞു. ആ ദുഷ്ടൻ തന്നെ വിട്ട് പോയി. അതുകൊണ്ട് പിശാചിനെ പുറത്താക്കിയാൽ ഉടൻ തന്നെ ചെയ്യേണ്ടത് ആ വ്യക്തിയെ വചനത്താൽ നിറയ്ക്കുക, പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കുക, യേശുവിനെ നാഥനും കർത്താവുമായി സ്വീകരിപ്പിക്കുക. ഇത്രയൊക്കെ ചെയ്താൽ മാത്രമേ അകത്ത് നിറവ് കാണൂ. ഈ വീട്ടിൽ ആൾതാമസം ഉണ്ടെന്ന് കണ്ടിരുന്നെങ്കിൽ വന്ന ശേഷം അദ്ദേഹം ആ ദുരാത്മാവ് യൂട്ടേൺ എടുത്ത് തിരിച്ചു പോയേനെ. ശരിയാണോ? പക്ഷെ അവിടെ ഇല്ലായിരുന്നു. ഇതൊരബദ്ധമാണ്. അപ്പോൾ ഒരു വ്യക്തിയിൽ നിന്നും അശുദ്ധാത്മാവിനെ പുറത്താക്കിയാൽ വേഗത്തിൽ തന്നെ അയാളെ ആത്മീയമായി വളർത്തിയെടുക്കണം. ഇല്ലെങ്കിൽ പഴയതിനേക്കാൾ കഷ്ടമായി അയാളുടെ അവസ്ഥ മാറാൻ സാധ്യതയുണ്ട്. ദിസ് ഇസ് വൺ തിങ്. നമ്പർ 2, കർത്താവ് എന്തിനെക്കുറിച്ച് ഇവിടെ പറഞ്ഞു വരുന്നത്? ആ തലമുറയെക്കുറിച്ചാണ്. പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും അവിശ്വാസമുള്ള യേശു കർത്താവ് തൊട്ടു മുമ്പിൽ വന്ന് വചനം പറഞ്ഞിട്ടും സ്വീകരിക്കാത്ത, കൈക്കൊള്ളാത്ത ഈ ദുഷ്ട തലമുറയ്ക്ക് അത് സംഭവിക്കും. ചരിത്രത്തിൽ എന്ത് സംഭവിച്ചു? അതിനുശേഷം യേശു വന്നു പോയ ശേഷം യേശുവിനെ കൈക്കൊള്ളാതിരുന്നത് കൊണ്ട് ആ തലമുറ, അതിനേക്കാൾ ദുഷ്ടതയേറിയ യഹൂദ തലമുറകൾ പിന്നീടുള്ള വർഷങ്ങളിൽ എഴുന്നേറ്റ് വന്നു, പിന്നെയുള്ള കാലഘട്ടങ്ങളിൽ എഴുന്നേറ്റ് വന്നു. കർത്താവ് പറഞ്ഞതിൻ്റെ സാരമതാണ്. അപ്പോൾ പിന്മാറ്റത്തിലേക്ക് ഒരാൾ പോയാൽ ഒരു വ്യക്തി അതിഭയങ്കരമായ അവസ്ഥയിലേക്ക് പോകും. ഒരു വചനം നമുക്കൊന്ന് വായിക്കും, 2-3 വചനങ്ങൾ. 2 Peter chapter 2 verse number 20, 21, 22. 2 പത്രോസ് 2-ാം അധ്യായം 20 മുതൽ 22 വരെ. If they have escaped the correction of the world by knowing our Lord and Savior Jesus Christ and are again entangled in it and are overcome, they are worse off at the end than they were at the beginning. It would have been better for them not to have known the way of righteousness than to have known it, and then to turn their backs on the sacred command that was passed on to them. Of them, the proverbs are true.
A dog returns to its vomit, and a sow that is washed return to her wallowing in the mud. കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്താൽ ലോകത്തിൻ്റെ മാലിന്യം വിട്ടോടിയവർ അതിൽ വീണ്ടും കുടുങ്ങി തോറ്റുപോയാൽ അവരുടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ അധികം വഷളായിപ്പോയി. തങ്ങൾക്ക് ഏൽപ്പിച്ചു കിട്ടിയ വിശുദ്ധ കൽപ്പനയെ നീതിയുടെ വഴി അറിഞ്ഞ ശേഷം വിട്ടുകളയുന്നതിനേക്കാൾ അത് അറിയാതിരിക്കുന്നത് അവർക്ക് നന്നായിരുന്നു. എന്നാൽ സ്വന്തം ഛർദിക്ക് തിരിഞ്ഞ നായെന്നും കുളിച്ചിട്ട് ചളിയിൽ ഉരുളുവാൻ തിരിഞ്ഞ പന്നിയെന്നും ഉള്ള സത്യമായ പഴഞ്ചൊല്ല് പോലെ അവർക്ക് സംഭവിച്ചു. പന്നിയെ നന്നായിട്ട് കുളിപ്പിച്ചു, ഷാമ്പൂ ഒക്കെ ഇട്ട് കണ്ടീഷണറൊക്കെ ഇട്ട് നല്ല രീതിയിലായി, കുട്ടിക്കൂടെ പൗഡറൊക്കെ ഇട്ട് കൊടുത്തു. നേരെ പോകുന്ന ചെളിയിലേക്കായിരിക്കും. ഇതുപോലെയാണ് നായ്ക്കളും. സ്വന്തം ഛർദിയിലേക്ക് തിരിയും, അശുദ്ധിയിലേക്ക് തിരിയും, പിന്മാറ്റത്തിലേക്ക് പോകുന്നൊരു വ്യക്തി. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. ഇന്ന് നിങ്ങൾ യേശുവിനെ അറിഞ്ഞു, വചനമറിഞ്ഞു, വിശുദ്ധിയുടെ മാർഗത്തിൽ, നീതിയുടെ മാർഗത്തിൽ കാൽ വെച്ചു തിരിഞ്ഞ് പോയാൽ, ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ്, ഒരു വിശ്വാസിക്ക് റിവേഴ്സ് ഗിയർ ഉണ്ടായിരിക്കരുത്. അടുത്ത ആളോട് പറയാം, നിങ്ങൾക്ക് റിവേഴ്സ് ഗിയർ പാടില്ല. റിവേഴ്സ് ഗിയർ ഉണ്ടെങ്കിലല്ലേ നമുക്ക് പുറകോട്ടെടുക്കാൻ പറ്റും. പണ്ട് കൊച്ചി മഹാരാജാവിനാണെന്ന് തോന്നുന്നു, കാറ് മേടിച്ച കാലത്ത് ഒരാൾ ഈ കാളവണ്ടിയിൽ വന്നുകൊണ്ടിരിക്കുക. കാളവണ്ടിയിൽ ഇങ്ങനെ വന്ന് കയറ്റം കയറിക്കൊണ്ടിരിക്കുമ്പോൾ മഹാരാജാവിൻ്റെ കാറ് വരും. ഇറങ്ങിയ കാലമാണ്, വലിയ നീണ്ട കാറ് വരും. അപ്പോൾ രാജാവിൻ്റെ ഡ്രൈവർ പറഞ്ഞു വണ്ടി മാറ്റാൻ പറഞ്ഞു, പുറകോട്ടെടുക്കാൻ പറഞ്ഞു വണ്ടി. കാളവണ്ടിക്കാരൻ പുറത്തോട്ട്, ഇതിന് റിവേഴ്സ് ഗിയർ ഇല്ല, രാജാവിൻ്റെ വണ്ടി പുറകോട്ടെടുക്കാൻ പറഞ്ഞു. എന്ന് പറഞ്ഞതുപോലെയാണ് ഒരു വിശ്വാസി. എന്തെല്ലാം മുമ്പിൽ വന്നാലും പുറകോട്ടെടുക്കരുത്. അടുത്ത ആൾക്ക് പറഞ്ഞു കൊടുക്കുക, മുമ്പിൽ എത്ര വലിയ തടസ്സം വന്നാലും രാജാവ് വേണമെങ്കിൽ പുറകോട്ടെടുത്തോ, ഞങ്ങളുടെ കാളവണ്ടിക്ക് എന്തില്ല, റിവേഴ്സ് ഗിയർ ഇല്ല, അതുകൊണ്ട് പുറകോട്ടെടുക്കുന്ന പരിപാടിയില്ല. ഇങ്ങനെയായിരിക്കണം ഒരു വിശ്വാസി. ഹല്ലേലൂയ. അപ്പോൾ അഥവാ തിരിഞ്ഞാൽ അതിനെന്ത് സംഭവിക്കുമെന്നാണ് പത്രോസ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. അത് പല പ്രാവശ്യം വായിക്കുന്നതല്ലാണ്. കർത്താവ് രക്ഷിതമായ യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്താൽ ലോകത്തിൻ്റെ മാലിന്യം, അശുദ്ധി വിട്ടോടിയവർ അതിൽ വീണ്ടും കുടുങ്ങി തോറ്റുപോയാൽ അവരുടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ അധികം വഷളായിപ്പോയി. ഇത്രയും വർഷത്തെ എൻ്റെ ജീവിതത്തിൽ ശുശ്രൂഷയിൽ ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യം, പിന്മാറ്റത്തിൽ പോകുന്നവരുടെ അവസ്ഥ പെട്ടെന്നൊന്നും ചിലപ്പോൾ അറിയില്ല. കുറെ കഴിയുമ്പോൾ, പണ്ട് വല്ലാത്തൊരു ഷേപ്പിൽ നിന്നാണ് അവർ രക്ഷിക്കപ്പെട്ടു വന്നത്. ഗതിയെല്ലാം പിടിച്ച് ഒരുവിധം സാക്ഷിയൊക്കെ പറഞ്ഞ് ചിലപ്പോൾ സ്നാനപ്പെടുന്നു, ഇതെല്ലാം ചെയ്ത് ഒരുവിധം നല്ല രീതിയിലേക്ക് വന്നു. പിന്നീട് അവർ പിന്മാറിക്കഴിയുമ്പോൾ ആദ്യം കുഴപ്പമില്ലെന്ന് തോന്നും, എന്തെങ്കിലുമൊക്കെ കാരണത്താലായിരിക്കാം പിന്മാറിയത്. കുറേ കഴിയുമ്പോൾ അവരുടെ അവസാന കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ അതിഭീകരമായിരിക്കും അവരുടെ അവസ്ഥ. അതുകൊണ്ട് ഇന്ന് ഈ വചന ശുശ്രൂഷ കേൾക്കുന്ന ഒരാൾ, ഓൺലൈനിൽ സംബന്ധിക്കുന്നവരും മറ്റേതെല്ലാം ബ്ലെസ്സിങ് സെൻ്ററിലുണ്ടവരും ഒരിക്കലും പിന്മാറ്റത്തിൽ പോകരുത്. എന്തു പ്രശ്നം വന്നാലും അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. ഇനി 12-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗങ്ങൾ കൂടെ വായിച്ച് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. 46 മുതൽ. While Jesus was still talking to the crowd, his mother and brothers stood outside wanting to speak to him. Someone told him, "Your mother and brothers are standing outside wanting to speak to you." He replied to them, "Who is my mother? Who are my brothers?" Pointing to his disciples, he said, "Here are my mother and my brothers. For whoever does the will of my Father in heaven is my brother and sister and mother." അവൻ പുരുഷാരത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയിൽ അവൻ്റെ അമ്മയും സഹോദരന്മാരും അവനോട് സംസാരിപ്പാൻ ആഗ്രഹിച്ച് പുറത്തു നിന്നു. ഒരുത്തൻ അവനോട്, നിന്റെ അമ്മയും സഹോദരന്മാരും നിന്നോട് സംസാരിപ്പാൻ ആഗ്രഹിച്ച് പുറത്തു നിൽക്കുന്നു എന്ന് പറഞ്ഞു. അത് പറഞ്ഞവനോട് അവൻ, എൻ്റെ അമ്മ ആർ, എൻ്റെ സഹോദരന്മാർ ആർ എന്ന് ചോദിച്ചു. ശിഷ്യന്മാരുടെ നേരെ കൈനീട്ടി, ഇതാ എൻ്റെ അമ്മയും എൻ്റെ സഹോദരന്മാരും.
സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയുമാകുന്നു എന്ന് പറഞ്ഞു. ഓൾറൈറ്റ്, 46 ഒന്നുകൂടി നോക്കാം. അവൻ പുരുഷാരത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കയിൽ, ശ്രദ്ധിക്കുക, ഒരു കൂട്ടം ആളുകളോട്, ജനക്കൂട്ടത്തോട് അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം കേട്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. യോനയുടെ കാര്യം പറഞ്ഞു, ശലോമോൻ്റെ കാര്യം പറഞ്ഞു, ഭൂതങ്ങൾ പുറത്തു പോയാൽ തിരിച്ചു വരുന്ന കാര്യം പറഞ്ഞു, ഈ തലമുറ ഇതുപോലെ വഷളായി പോകുമെന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു അറിയിപ്പ് അവിടെ വന്നു. ഇപ്പം ഞാൻ ഇങ്ങനെ നിന്ന് പ്രസംഗിക്കുന്ന സമയത്ത് ചില സമയത്ത് ഇവരാരെങ്കിലും വന്നൊരു സ്ലിപ്പ് തരും എന്ന് വിചാരിക്കും. എന്താണ് അതിൽ എഴുതിയിരിക്കുന്നത്? യുവർ മദർ ആൻഡ് ബ്രദേഴ്സ് ആർ സ്റ്റാൻഡിങ് ഔട്ട്സൈഡ്, പ്ലീസ്, ദേ വാണ്ട് ടു സ്പീക്ക് ടു യു, പ്ലീസ് കം ഔട്ട്. ഒരു സ്ലിപ്പ് കിട്ടി. അതുപോലെ അവിടെ സ്ലിപ്പ് കൊടുത്തെന്നല്ല പറഞ്ഞത്, കർത്താവ് ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട്, ഇൻറ്ററപ്റ്റ് ചെയ്തുകൊണ്ട് ഒരു ആൾ വന്ന് പറയുവാണ്, നിൻ്റെ അമ്മയും സഹോദരന്മാരും നിന്നോട് സംസാരിപ്പാൻ ആഗ്രഹിച്ച് പുറത്തു നിൽക്കുന്നു. ചിന്തിക്കാൻ കഴിവുണ്ടെങ്കിൽ ചിന്തിക്കുക. ഇവര് യേശു പറയുന്ന വചനങ്ങൾ കേൾക്കുന്നില്ല. എല്ലാവരും കേട്ടോണ്ടിരിക്കുക. എവിടെ നിൽക്കുന്നത്? പുറത്ത് മാറി നിൽക്കുക. എന്നിട്ട് അവരെന്താണ് ഇങ്ങോട്ട് ആളെ അയച്ച് പറയിപ്പിച്ചിരിക്കുന്നത്? ഞാൻ അവനോട് സംസാരിക്കാനുണ്ട്, വിളിക്കുക. ഇത് കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ ഇതേ ഭാഗം മർക്കോസ് 3:21 അതൊന്ന് നോക്കി. When his family heard about this, they went to take charge of him, for they said he is out of his mind. അവൻ്റെ ചാർച്ചക്കാർ അത് കേട്ട് അവന് ബുദ്ധിഭ്രമം ഉണ്ട് എന്ന് പറഞ്ഞ് അവനെ പിടിപ്പാൻ വന്നു. എന്തിനാ ഇവർ വന്നിരിക്കുന്നത്? നട്ട് ലൂസായെന്ന്. നട്ട് ലൂസായി വളരെ നന്നായി ജോലിയെടുത്ത് കുടുംബം പുലർത്തിക്കൊണ്ടിരുന്നവനാണ്. കുറച്ച് നാളായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഇപ്പോൾ വീട്ടിലോട്ട് വരാറില്ല, പൈസയും തരാറില്ല. അവനിപ്പോൾ വചനവും പറഞ്ഞുകൊണ്ട് എന്താണ്ടൊക്കെ പറഞ്ഞുകൊണ്ട് നാട് നീളെ ചുറ്റി നടക്കുക. ഇവന് അപ്പോൾ പുറത്ത് ഒരു കൂട്ടം. അപ്പോൾ അവിടെ നിങ്ങളൊന്ന് മനസ്സിൽ നിന്ന് ചിത്രീകരിച്ച് കണ്ടേ, കുറേയധികം പുരുഷാരം ഇങ്ങനെ നിൽക്കുന്ന യേശു വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിടെ. ആ സമയത്താണ് കുറച്ചങ്ങ് മാറി അവിടെ ഒരു തർക്കവും ബഹളമൊക്കെ നടക്കുവാണ്. കുറച്ചങ്ങ് മാറി അപ്പോൾ അവിടെ ഒരു ആൾക്കൂട്ടത്തിൽ എന്താണ്, യേശുവിൻ്റെ അമ്മയുണ്ട് മറിയ, പിന്നെ അവൻ്റെ ബ്രദേഴ്സുണ്ട്, എല്ലാവരും കൂടി വന്ന് അവിടെ ഒരു കൂട്ടം ബഹളം. എന്താണത്? അവർ വന്നിട്ട് കുറച്ച് വോളണ്ടിയേഴ്സിനെയൊക്കെ വിളിച്ചിട്ട് പറയാതെ, ഇവനാരാണെന്നറിയാമോ? നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. മറിയ പറയും, എൻ്റെ മോനാണ്. മറ്റു പറയും, ഞങ്ങളുടെ ബ്രദറാണ്, മൂത്ത ചേട്ടനാണ്. ഈ മൂത്ത ചേട്ടൻ കുറച്ച് നാളായി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് ഇങ്ങനെ നടക്കുക. നിങ്ങൾക്കറിയില്ല, അവനെ ലൂസാ, അവനിങ്ങനെ പിടിച്ചോണ്ട് പോവാ. അവനെ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കണം. അതുകൊണ്ട് ഞങ്ങൾ അവനെ വീട്ടിലോട്ട് തിരിച്ചു കൊണ്ടുപോകാൻ വന്നിരിക്കുക. ഇതാണ് സിറ്റുവേഷൻ. ഒന്ന് ചിന്തിച്ചു നോക്ക്. എനിക്കിങ്ങനത്തെ അനുഭവങ്ങളിലൂടെയൊക്കെ ഞാനും പോയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് മനസ്സിലാവുക എന്താ സംഭവിക്കുന്നെന്നുള്ളു. നിങ്ങൾക്കും ഉണ്ടായി കാണും ചിലർക്കൊക്കെ. മര്യാദക്ക് വെള്ളമടിച്ച് നോർമലായി ജീവിച്ചുകൊണ്ടിരുന്നവൻ അതെല്ലാം നിർത്തി ഇപ്പം കൈകൊട്ടിപ്പാട്ടാണ്. ഒരു കുഴപ്പമുണ്ടായിരുന്നു അന്ന്. ഓണത്തിനും അതുപോലെ അവസരങ്ങളിലൊക്കെ കൈയടിക്കുന്നതല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇപ്പോൾ അവൻ ഡെയിലി കൈയടിയാണ്, ലൂസായി. അതുകൊണ്ട് അവനെ പിടിച്ചുകൊണ്ട് വരണം. അങ്ങനെ പിടിച്ചുകൊണ്ട് വരാൻ വന്ന ചിലർ രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ചിലരെ പിടിച്ചുകൊണ്ട് പോകാൻ വന്നതാ, പക്ഷെ അവരെ കർത്താവ് തൊട്ടു. രംഗം മനസ്സിലാവുന്നുണ്ടോ? അതല്ലാതെ യേശു ഈ പല പല രീതികളിൽ നമുക്കിതിനെ കാണാം. അടുത്തൊരിത് അവിടെ ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത്, when his family heard about this, they went to take charge of him, for they said he is out of his mind. അപ്പോൾ അവിടെ പറയുന്ന ബുദ്ധിഭ്രമമുണ്ട്,
അതുകൊണ്ട് അവനെ പിടിപ്പാൻ വന്നു. ബലം പ്രയോഗിച്ച് അവനെ പിടിച്ച് ബലാത്കാരം ഉപയോഗിച്ച് വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ വന്നിരിക്കുക. അതിൻ്റെ പിന്നിൽ പല കാരണങ്ങളുണ്ട്. ഇതുവരെ യേശു കർത്താവാണ് ഒരുപക്ഷെ യോസഫ് മരിച്ചു കാണുമെന്നാണ് ഊഹിക്കപ്പെടുന്നത്. കാരണം അതിനുശേഷം യോസഫിൻ്റെ ഒന്നും ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് മൂത്ത മകനെന്ന നിലയിൽ ആ നാട്ടിലെല്ലായിടത്തും പോയി ഫേർണിച്ചറുകൾ ഉണ്ടാക്കുകയോ വീട് ശരിയാക്കി കൊടുക്കുകയോ എല്ലാം ചെയ്ത് തച്ചൻ്റെ ജോലി ചെയ്ത് കുടുംബം പുലർത്തിക്കൊണ്ട്, മൂത്ത സഹോദരൻ എന്ന കുടുംബം പുലർത്തിക്കൊണ്ടിരുന്നവനാണവൻ. വരുമാനം നിന്നു. മനസ്സിലാകുന്നുണ്ടോ? ഇപ്പം എന്ത് ചെയ്യണം? ഇവനെ തിരിച്ചു കൊണ്ടുപോയി ജോലി എടുപ്പിച്ച് അവർക്ക് വീണ്ടും ജീവിക്കണം. 1. 2, ചിലരുണ്ട് ഇപ്പോൾ യേശുവിൻ്റെ മിനിസ്ട്രിയൊക്കെ ഇപ്പോൾ വളരെ പ്രസിദ്ധമാണ് അല്ലേ? എല്ലായിടത്തും പ്രസിദ്ധമാണ്. യേശു കർത്താവ് ഒരു ഹൈ പ്രൊഫൈൽ മിനിസ്ട്രിയിലാണ് ഇപ്പോൾ. അപ്പോൾ ഇവർ വന്ന് ഇവരുടെ ഒരു ഭാവം ഇതാണ്. ഇവനാരാണ് നിങ്ങൾക്കറിയാം? ഞങ്ങളുടെ വീട്ടിലെ കൊച്ചു ചേർക്കുന്ന വന്നിപ്പോൾ വലിയ ഇതൊക്കെയായി. അവനെങ്ങ വിളിച്ചേ ഒരു അധികാരം കാണിക്കുക, അവിടെ ഒരു ഷോ കാണിക്കുക. ഞങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടെ ഇവനെ? ആ രീതിയിലൊരു മനോഭാവമാകാം. എന്തായാലും ഒരു കാര്യം വളരെ പെയിൻഫുള്ളാണ്. നാട്ടുകാർ മുഴുവൻ ഒത്തിരി ആയിരങ്ങൾ വിടുവിക്കപ്പെടുകയും ആയിരങ്ങൾ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുമ്പോഴും ഇവരാരും കൂട്ടായ്മയിലില്ല. അവർ വചനം കേൾക്കുന്നില്ല, പുറത്ത് നിൽക്കുക ക്രുദ്ധിച്ച്. ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? പുറത്തൊക്കെ ആര് പറഞ്ഞാലും അംഗീകരിക്കും, പുറത്തൊക്കെ എന്ത് പറഞ്ഞാലും കേൾക്കാൻ ആളുണ്ട്, സ്വന്തം വീട്ടുകാർക്ക് വേണ്ട. യേശു അങ്ങനൊരു അനുഭവത്തിലൂടെ പോയവനാണ്. ഹല്ലേലൂയ. ആയിരങ്ങൾ രക്ഷിക്കപ്പെടുന്നു, സ്വന്തം വീട്ടുകാർക്ക് വേണ്ട, അവർ പുറത്ത് നിൽക്കും. ഇതുപോലത്തെ പണ്ടൊരു ചേട്ടനെ കണ്ടിട്ടുണ്ടല്ലോ നമ്മുടെ ധൂർത്തപുത്രൻ്റെ ഉപമയിൽ. പുള്ളിയും പുറത്ത് നിൽക്കുക, വേണ്ട, മത്സരിച്ച് നിൽക്കും. അപ്പോൾ ആർക്കെങ്കിലും സ്വന്തം വീട്ടുകാരിൽ നിന്ന് അവഗണന ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരാരും കൂട്ടായ്മയിലില്ല, അവർ വേറെ കൂട്ടായ്മയില്ല, അവർ മാറി നിൽക്കുക. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ യേശു ഈ അനുഭവത്തിലൂടെ പോയിട്ടുണ്ട്. ഹല്ലേലൂയ. അത് വളരെ പെയിൻഫുള്ളാണ്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, സ്വന്തം നാട്ടിലല്ലാതെ ഒരു പ്രവാചകനും അംഗീകാരമില്ലാത്തവനല്ല. സ്വന്തം ദേശത്തും സ്വന്തം ഭവനക്കാരുടെ ഇടയിൽ മാത്രമേ ഈ പ്രശ്നമുള്ളൂ. ഇനി യേശു കർത്താവ് അതിനോട് എങ്ങനെ പ്രതികരിച്ചു എന്ന് കാണാം. അത് പറഞ്ഞവനോട് അവൻ ആ സ്ലിപ്പ് കൊടുത്തില്ലേ? പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ സ്ലിപ്പ് കൊടുത്ത പുള്ളിയോട് യേശു പറഞ്ഞു, എൻ്റെ അമ്മ 6, എൻ്റെ സഹോദരന്മാർ 6. അടുത്ത വചനം, ശിഷ്യന്മാരുടെ നേരെ കൈനീട്ടി. അവിടെ 12 നിൽപ്പുണ്ട്. 12 മാത്രമല്ല, അല്ലാതെ ശിഷ്യൻ, ഇതാ എൻ്റെ അമ്മയും എൻ്റെ സഹോദരന്മാരും. 50. അടുത്ത വചനത്തിൽ സ്വർഗസ്ഥനായ, അതെല്ലാവർക്കും ചേർന്ന് വായിക്കും. സ്വർഗസ്ഥനായ എൻ്റെ പിതാവിന് ഇഷ്ടം ചെയ്യുന്നവൻ എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയുമാകുന്നു എന്ന് പറഞ്ഞു. സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും ആകുന്നു. എന്താ കർത്താവ് അവിടെ പറയുന്നത്? ഇത് പറഞ്ഞതിൻ്റെ അർത്ഥം രക്തബന്ധങ്ങൾക്കും കുടുംബ ബന്ധങ്ങൾക്കും വിലയില്ലെന്നല്ല. അതല്ല യേശു അവിടെ ഉദ്ദേശിക്കുന്നത്. യേശു പറയുന്നത്, സ്പിരിച്വൽ റിലേഷൻഷിപ്സ് ആർ ഗ്രേറ്റർ, മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ബ്ലഡ് റിലേഷൻഷിപ്സ് ഓർ ഫാമിലി റിലേഷൻഷിപ്സ്. രക്ഷിക്കപ്പെട്ട ശേഷം സത്യം പറഞ്ഞാൽ ആത്മീയ ബന്ധങ്ങളാണ് സാധാരണ കുടുംബ ബന്ധങ്ങളെക്കാൾ, സുഹൃത്ത് ബന്ധങ്ങളെക്കാൾ, രക്തബന്ധങ്ങളെക്കാൾ പ്രാധാന്യമുള്ളത്. കാരണം എന്താ? രക്തബന്ധങ്ങൾ ഭൂമിയിലെ ജീവിതത്തോടുകൂടി അവസാനിക്കും. ഇവിടുത്തെ വിഷയം എന്താണെന്നറിയാമോ? രക്തബന്ധം, ആത്മീയ ബന്ധം കൂടെ ആ രക്തബന്ധത്തിൽ ഉണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. രക്തബന്ധത്തിൽപ്പെട്ടവർ അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങളിൽപ്പെട്ടവരെല്ലാം ഇപ്പോൾ പുറത്തു നിൽക്കുകയാണ്. അവൻ അംഗീകരിക്കുന്നില്ല, കൂട്ടായ്മയിലില്ല. അങ്ങനെ വരുമ്പോൾ അത് ഡേഞ്ചറസ് ആണ്. അടുത്തത് കേട്ടോ, യേശുവിൻ്റെ പിതാവാണ് സ്വർഗത്തിലെ പിതാവ്. ഇവിടെ നോക്ക്, യേശു ഭൂമിയിലേക്ക് വന്ന് സ്വർഗത്തിലെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാനാണ്. വ്യക്തമാണോ? യേശു ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയായിരുന്നു? പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാനാണ്. വേറെ ആരെങ്കിലും പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് വന്നാൽ അയാൾ എന്തായി മാറും? സ്വർഗസ്ഥനായ പിതാവിൻ്റെ പുത്രനായി മാറും, പുത്രിയായി മാറും. ഓക്കെ,
ഒരാൾ കൂടി വന്നാൽ അയാളും പുത്രനോ പുത്രിയായി. അങ്ങനെ വരുമ്പോൾ അവരെല്ലാം യേശുവിൻ്റെ ആരായിട്ട് വരും? ഒരേ അപ്പൻ്റെ മക്കളല്ല എല്ലാവരും, യേശുവിൻ്റെ സഹോദരന്മാരായി മാറും. എത്ര പേർക്ക് മനസ്സിലായി? സ്വർഗസ്ഥനായ പിതാവിനെ പിതാവായി അംഗീകരിക്കുന്ന അല്ലെങ്കിൽ വീണ്ടും ജനിക്കുന്ന സകലരും സ്വർഗത്തിലെ പിതാവിൻ്റെ മക്കൾ എന്ന നിലയിൽ യേശുവിൻ്റെ സഹോദരന്മാരും സഹോദരിമാരുമായി മാറും. യേശു കർത്താവ് ഏകജാതനായ പുത്രനാണ്. എന്നാൽ ഇന്ന് യേശു കർത്താവിനെ ഏകജാതനായ പുത്രൻ എന്ന് വിളിക്കാമോ എന്ന് വരെ എനിക്ക് സംശയമുണ്ട്. കാരണം എന്താ? ഇന്ന് ഏകജാതനല്ല, നമ്മളുമൊക്കെ പിള്ളേരാണ്. യേശു കർത്താവ് നമ്മുടെ മൂത്ത സഹോദരനാണ്. നമ്മൾ ഇളയ സഹോദരന്മാരും സഹോദരിമാരുമാണ്. യേശു കർത്താവ് നമ്മുടെ ജ്യേഷ്ഠ സഹോദരനാണ്. കാരണം എന്താ? നമ്മളെല്ലാവരും ഒരപ്പൻ്റെ മക്കളായി മാറി. സ്വർഗത്തിലെ പിതാവിന് ആകെ ഒരു മകനെ ഉണ്ടായിരുന്നുള്ളൂ. ആ മകനെ നമുക്ക് തന്നിട്ട് നമ്മളെല്ലാം മക്കളാക്കി മാറ്റിയപ്പോൾ ഇന്ന് ഏകജാതന ഒരു മകനല്ല ഉള്ളത്, കോടിക്കണക്കിന് മക്കൾ ആ ഒരു പുത്രനിലൂടെ ജനിച്ചു. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മളെല്ലാവരും ഇന്ന് മക്കളായി. കർത്താവിൻ്റെ ഭാഷ്യം ഇതാണ്: സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ എൻ്റെ സഹോദരനും സഹോദരി അമ്മയുമാകുന്നു. നാച്ചുറൽ റിലേഷൻഷിപ്പിൽ ആ പുറത്ത് നിൽക്കുന്നത് എൻ്റെ അമ്മ, സഹോദരന്മാരും ഒക്കെ അവിടെ നിൽപ്പുണ്ട്. പക്ഷേ സ്പിരിച്വൽ റിലേഷൻഷിപ്പിൽ, നിത്യമായ ഭവനത്തിൽ, സ്വർഗത്തിലെ വീട്ടിൽ ഇവരാണ് എൻ്റെ ബ്രദേഴ്സ്. കാരണം എന്താ? അവർ ഈ സ്വർഗത്തിലെ പിതാവിനെ അംഗീകരിച്ച് വചനം വിശ്വസിച്ച് കഴിഞ്ഞാൽ ഈ കൂട്ടത്തിൽ കൂടിയാൽ അവർ കൂടി ബ്രദേഴ്സ് ആകാം. അല്ലെങ്കിൽ ഭൂമിയിലെ ബന്ധങ്ങൾ ഇവിടെ അവസാനിക്കും. അപ്പം അതുകൊണ്ട് കർത്താവ് അവിടെ ആ ഇമ്പോർട്ടൻസ് വ്യക്തമാക്കി. എന്താണ് ഇമ്പോർട്ടൻസ്? ഇത്രയേ ഉള്ളൂ. കുടുംബ ബന്ധങ്ങളെക്കാൾ, സുഹൃത്ത് ബന്ധങ്ങളെക്കാൾ, മറ്റേതൊരു ബന്ധത്തെക്കാൾ വലുതാണ് ആത്മീയ ബന്ധം. അത് പ്രകടമായി കാണാറുണ്ട്. രക്ഷിക്കപ്പെട്ട ശേഷം പലപ്പോഴും നമ്മുടെ സ്വന്തം ബന്ധുമിത്രാദികൾ അകന്നു പോകുന്ന അനുഭവങ്ങളുണ്ട്. അങ്ങനെ വരുമ്പോഴും ആത്മീയ സഹോദരങ്ങൾ കൂടെ നിൽക്കും. അതെത്ര ഭയങ്കര അനുഗ്രഹമാണ്. അത് നിത്യകാല ബന്ധവുമാണ്. ഹല്ലേലൂയ. ഇവിടെ ഇങ്ങനെ അടിച്ച എല്ലാവരും പറ കൺഗ്രാജുലേഷൻസ്. കാരണം എന്താ? 12 അധ്യായങ്ങൾ നമ്മൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. നാളെ രാവിലെ 13-ാം അധ്യായത്തിലേക്ക് കയറും. 13-ാം അധ്യായത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. 13th chapter is the chapter of parables. മൊത്തം ഉപമകളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട വചന സന്ദേശത്തിന് ശേഷം നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് കുമ്പിടാം, പ്രാർത്ഥിക്കാം. നിങ്ങളിത് കുടുംബമായിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഒരുമിച്ച് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെല്ലാവരും ചേർന്ന് ഈ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമ്മുടെ ചുറ്റുപാടുമൊക്കെ വളരെയധികം പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നിറഞ്ഞു നിൽക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന വളരെ വിലയേറിയതാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ വിശ്വസിക്കുമ്പോൾ വലിയ അത്ഭുതങ്ങൾ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യാൻ പോവുകയാണ്. മത്തായി സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 20 മുതലുള്ള വേദഭാഗങ്ങൾ നമ്മൾ നോക്കുമ്പോൾ, 20-23 മുതലുള്ള വേദഭാഗങ്ങൾ നോക്കുമ്പോൾ, യേശു കർത്താവും ശിഷ്യന്മാരും മറുകരയിലേക്ക് പടകിൽ കയറി അക്കരയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വലിയ കാറ്റും കൂളും അടിച്ചു, വലിയ തിരമാലകൾ വന്നു. യേശു അവിടെ ഉറങ്ങുന്നത് നമുക്ക് അവിടെ കാണുവാൻ കഴിയും. വള്ളം മുങ്ങുമോറ് തിരകൾ അവിടെ അടിച്ചു. അപ്പോൾ യേശു കർത്താവ് അവിടെ എഴുന്നേറ്റ് യേശുവിനെ അവർ ഉയർത്തി, യേശുവിനെ ഉണർത്തി. അവർ യേശു ഉറങ്ങുന്നത് കണ്ടപ്പോൾ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ വിചാരമില്ലേ, ഞങ്ങളെ രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ യേശുവിനെ ഉണർത്തി. യേശു എഴുന്നേറ്റ് ഉടനെ ചോദിച്ചത് അല്പവിശ്വാസികളെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരോട് പറഞ്ഞ, അല്പവിശ്വാസികൾ നിങ്ങൾ ഭീരുക്കളാകുവാൻ എന്ത് എന്ന് പറഞ്ഞ ശേഷം എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചപ്പോൾ വലിയ ശാന്തതയുണ്ടായി. എന്നാറെ അവർ മനുഷ്യർ വളരെയധികം അതിശയിക്കുകയുണ്ടായി. കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുമല്ലോ. യേശു അവരെ വിളിച്ച് അല്പവിശ്വാസികളെ എന്നുള്ള രീതിയിലാണ് വിശ്വസിച്ചത്. യേശു എഴുന്നേറ്റ് ശാസിച്ചു. ഞാൻ പലപ്പോഴും പറയാറുള്ള യേശു ചിന്തിക്കുന്നൊരു കാര്യമാണ്. യേശു അവരിൽ നിന്ന് ഉദ്ദേശിച്ചത് അവർ എഴുന്നേറ്റ് ആ കാറ്റിനെയും കടലിനെയൊക്കെ ശാസിക്കുകയായിരുന്നെങ്കിൽ അത് മാറിയാണ്. യേശു ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾ വിശ്വാസത്തോടെ, ഹൃദയപൂർവ്വം വിശ്വാസത്തോടെ
ഈ മലയോട് നീങ്ങി കടലിലേക്ക് ചെന്ന് വീഴാൻ പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ സംഭവിക്കും. ഈ സമയത്ത് ദൈവമക്കളെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വലിയ വിടുതൽ നമ്മുടെ ചുറ്റുപാടും നടക്കാൻ പോവുകയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തെ കർത്താവ് സംരക്ഷിക്കും, നമ്മുടെ സഭയെ, വിശ്വാസികളെ കർത്താവ് സംരക്ഷിക്കും, നമ്മുടെ വില്ലേജിനെ, നമ്മുടെ വാർഡിനെ, നമ്മുടെ പഞ്ചായത്തിനെ, നമ്മുടെ ജില്ലയെ, നമ്മുടെ സംസ്ഥാനത്തെ, നമ്മുടെ ഇന്ത്യയെ കർത്താവ് തൊടാൻ പോവുകയാണ്. ചുറ്റുപാടും കാറ്റും കോളും എല്ലാം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ യേശു നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് നമ്മൾ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ, ചിലതിനോടൊക്കെ അടങ്ങാൻ പറയുമ്പോൾ, ചിലതിനോടൊക്കെ കൽപ്പിക്കുമ്പോൾ, അത് വിശ്വാസത്താൽ നമ്മൾ ചെയ്യുമ്പോൾ അതൊക്കെ അടങ്ങാൻ പോവുകയാണ്, അമർച്ചയിലേക്ക് വരാൻ പോവുകയാണ്. നിങ്ങൾ എഴുന്നേറ്റ് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, നിങ്ങളുടെ സമൂഹത്തിന് വേണ്ടി, നിങ്ങളുടെ സഭയ്ക്ക് വേണ്ടി, നിങ്ങളുടെ പരിചയത്തിലുള്ള ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. വലിയ വിടുതലുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവ് നൽകാൻ പോവുകയാണ്. ഇപ്പോൾ നിങ്ങൾ പ്രതികരിക്കുന്ന ഒരു പ്രശ്നമുണ്ടെങ്കിൽ, നിങ്ങളുടെ മുൻപിൽ അഭിമുഖീകരിക്കുന്ന ഒരു രോഗമാകാം, കടഭാരമാകാം, ഞെരുക്കമാകാം, വിശ്വാസത്തോടെ എഴുന്നേറ്റുകൊണ്ട് ചിലതൊക്കെ വിളിച്ചു പറയുമ്പോൾ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യാൻ പോവുകയാണ്. എത്ര പേർ ചേർന്ന് ഹല്ലേലൂയ പറയും? ആമേൻ. നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ കാറ്റും കോളും തിരയുമായി വന്നുകൊണ്ടിരിക്കുന്ന ഏതൊക്കെ പ്രശ്നമാണെങ്കിലും ഈ സമയത്ത് ദൈവത്തിൻ്റെ സന്നിധിയിലോട്ട് കൊടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുക. അതിനോട് യേശുവിൻ്റെ നാമത്തിൽ അടങ്ങാൻ പറയുക, വഴിമാറാൻ പറയുക, വഴി തുറക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാവരും ദൈവസന്നിധിയിൽ ഈ കൈകൾ ഉയർത്തിപ്പിടിച്ചോണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉയരുന്ന എത്ര വലിയ പ്രശ്നമാണെങ്കിലും, കാറ്റാണെങ്കിലും കോളാണെങ്കിലും ദൈവസന്നിധിയിലേക്കൊന്ന് കൊടുത്തുകൊണ്ട് പ്രാർത്ഥിച്ചു. കർത്താവേ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങളിതിനെ സമർപ്പിക്കുന്നു. കടലിനെയും കാറ്റിനെയും എല്ലാത്തിനെയും നിയന്ത്രിക്കുവാൻ കഴിവുള്ള സർവശക്തനായ ദൈവമേ, യേശു കർത്താവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ ചുറ്റുപാടുമുള്ള എല്ലാ പ്രശ്നങ്ങളെയും, ഞങ്ങളുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളെയും, ഞങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഇതിനകത്തൊരു നീക്കുപോക്ക് സ്വർഗത്തിലെ ദൈവം അയക്കണമേ കർത്താവേ. അങ്ങ് എഴുന്നേൽക്കണമേ കർത്താവേ. ദൈവത്തിൻ്റെ വചനം പറയുന്ന യഹോവ എഴുന്നേൽക്കുന്നു, അവൻ്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു എന്നാണല്ലോ. കർത്താവ്, ഇന്ന് ഞങ്ങളുടെ പ്രശ്നത്തിൻ്റെ മേൽ യേശു കർത്താവ് രാജാവായി എഴുന്നേൽക്കണമേ കർത്താവേ. ഞങ്ങളുടെ പ്രയാസങ്ങളുടെ മേൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല, വഴി കാണുന്നില്ല, പ്രശ്നങ്ങൾ ഇതിൽ നിന്ന് പുറത്തു വരണമെന്നറിയില്ല. പക്ഷേ യേശു കർത്താവേ, അവിടുന്ന് എഴുന്നേറ്റ് വന്ന് ഈ പ്രശ്നത്തെ ശാസിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. വിശ്വാസം നിറഞ്ഞവരായി ഈ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ മുൻപിലുള്ള ആ പ്രശ്നത്തെ നോക്കി വിരൽ ചൂണ്ടിക്കൊണ്ട് വിശ്വാസത്താൽ കൽപ്പിക്കാൻ തുടങ്ങിയാൽ യേശുവിൻ്റെ നാമത്തിൽ ഈ രോഗം മാറിപ്പോകട്ടെ, ഈ കടഭാരം നീങ്ങിപ്പോകട്ടെ, ഈ കാറ്റ് നീങ്ങിപ്പോകട്ടെ, ഈ കുടുംബത്തിലെ വലിയ കലഹം യേശുവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. ഒത്തിരി നാളായി നിങ്ങൾ പരിശ്രമിച്ചിട്ട് മാറാത്ത ചില കുടുംബ പ്രശ്നങ്ങളും എല്ലാം ഇന്ന് നിങ്ങൾ വിശ്വാസത്തോടെ കൽപ്പിക്കുമ്പോൾ നിന്റെ കുടുംബത്തിൽ നിന്ന് മാറിപ്പോകാൻ പോവുകയാണ്. ആ കലഹത്തിന്റെ പ്രശ്നം നിന്റെ കുടുംബത്തിൽ നിന്ന് മാറിപ്പോകാൻ പോവുകയാണ്. ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ പ്രയാസങ്ങൾ മാറിപ്പോകട്ടെ, പുതിയ വഴികൾ തുറക്കപ്പെടട്ടെ, പുതിയ വാതിലുകൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി അത് തുറക്കപ്പെടട്ടെ എന്ന് ദൈവസന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഞങ്ങൾ വിശ്വാസത്താൽ കാണുകയാണ്, വിശ്വാസത്താൽ കാണുകയാണ്. താങ്ക് യു ലോർഡ്. ആ വഴികളെ കർത്താവ് തുറന്നതിനായി, ആ കാറ്റിനെ അങ്ങ് അടക്കിയതിനായി, അതിനെ ശാന്തമാക്കിയതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ സമയത്ത് ലോകമെമ്പാടും ഉയർന്നുകൊണ്ടിരിക്കുന്ന വർദ്ധിച്ച കൊറോണ വൈറസിൻ്റെ ഭീതിയെ ദൈവകരങ്ങളിലേക്ക് ഞങ്ങളിപ്പോൾ സമർപ്പിക്കുന്നു. എല്ലാവരും ചേർന്നൊന്ന് പ്രാർത്ഥിച്ചാൽ. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് എഴുന്നേൽക്കണമേ, അങ്ങ് ശാന്തമാക്കണമേ. ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. ലോകത്തെ നോക്കി അങ്ങ് കൽപ്പിക്കണമേ കർത്താവേ, അങ്ങ് എഴുന്നേൽക്കണമേ കർത്താവേ, അങ്ങ് അത്ഭുതത്തെ ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. വളരെ വേഗത്തിൽ ഈ കൊറോണയുടെ വ്യാപനം നിലയ്ക്കാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ അത്ഭുതം നടക്കാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തിയോടെ നടക്കാൻ പോവുകയാണ്. രോഗികളെല്ലാവരും സൗഖ്യമാകപ്പെടട്ടെ. പുതിയ രീതിയിലുള്ള മരുന്നുകൾ വന്നു ചേരട്ടെ. വാക്സിനുകൾ എല്ലാവരിലേക്ക് എത്തിച്ചേരട്ടെ. അത്ഭുതങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ കൊറോണയുടെ മേഖലയിൽ ഞങ്ങൾ ഇപ്പോൾ കൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്.
പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു. ജനത്തെ തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാവരും യേശുവിൻ്റെ രക്തത്താൽ മുദ്ര വെച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവിക സംരക്ഷണം ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ മേലും അങ്ങ് അയക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും തിരുക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ലൈവ് ചാറ്റിലൂടെ ഇടുന്ന ഓരോ പ്രാർത്ഥന വിഷയങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഇതിനകത്ത് ഇടുന്ന ഓരോ പ്രാർത്ഥന വിഷയങ്ങളെ ദൈവസന്നിധിയിലേക്ക് ഞങ്ങൾ ഓരോരുത്തരും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗികളെ അങ്ങ് സൗഖ്യമാക്കുന്നതിനായി നന്ദി പറയുന്നു. എല്ലാ രോഗികളെ സൗഖ്യമാക്കുന്നതിനായി നന്ദി പറയുന്നു. ജോലിയില്ലാത്തവർക്ക് ജോലിയെ കൊടുക്കുന്നതിനായി നന്ദി പറയുന്നു. ദൈവിക അനുഗ്രഹങ്ങൾ, വിടുതലുകൾ ഓരോ വ്യക്തി ജീവിതങ്ങളിലേക്കും കർത്താവ് അയക്കുന്നതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുകയാണ്. കർത്താവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് തിരുക്കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക് നമുക്ക് മോർണിംഗ് ഗ്ലോറി നമുക്കുണ്ട്. ബദരാമിൻ പഠിപ്പിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവവചന ക്ലാസ്സുകൾ രാവിലെയുണ്ട്. വൈകിട്ട് നമുക്ക് മത്തായി സുവിശേഷത്തിൻ്റെ പഠനം ഹോം ഫെലോഷിപ്പിനോടൊപ്പം ഉണ്ടായിരിക്കും. മറ്റ് പല മീറ്റിങ്ങുകളും നമുക്ക് വൈകിട്ട് ഉണ്ട്. എല്ലാവരും പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയിൽ വചന പഠനത്തിൽ നിങ്ങൾ പങ്കാളികളാകുക. ഈ സമയങ്ങൾ കർത്താവിനെ കൂടുതൽ എടുക്കുവാൻ, വചനത്തിൽ പഠിക്കുവാൻ, ദൈവശക്തിയാൽ നിറങ്ങുവാൻ, ദൈവിക അത്ഭുതങ്ങളെ പ്രാപിച്ചെടുക്കുവാൻ കർത്താവ് ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവകൃപയാൽ നിറയ്ക്കട്ടെ. അമേൻ, അമേൻ, അമേൻ. യേശുവിൻ നാമമൻ പ്രാണനുരക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. യേശുവിൻ നാമമൻ പ്രാണനുരക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. മറഞ്ഞു വരും മഹാമാരികളെ ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. മറഞ്ഞു വരും മഹാമാരികളെ ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. യേശുവിൻ നാമം പ്രാണനുരക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. യേശു